ഞാനിപ്പോ നിൽക്കുന്നത് ഹംപി, ദ സിറ്റി ഓഫ് സ്കൾപ്ചേഴ്സ്. ഓക്കെ, നമ്മളിവിടെ ഇന്നലെ എത്തി. നമ്മൾ ഇന്നാണ് ശരിക്കും സൈറ്റ് വിസിറ്റിങ്ങിനൊക്കെ പോകാൻ തുടങ്ങിയത്. ഇവിടെ വന്ന 56 പാലസസും 56 കുറച്ച് പാലസസും കുറച്ച് ടെമ്പിൾസും ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കുറേ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സിറ്റി അല്ല. ശരിക്കും നമ്മൾ വന്ന വഴി തന്നെ കാണാം. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമപ്രദേശത്തിൽ വന്ന് എന്ന് വെച്ചാൽ വില്ലേജ് പീപ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ തരം താഴ്ത്തുന്നില്ല, നമ്മുടെ തന്നെ പീപ്പിൾ. അവർ വന്ന് അവരുടെ കൾച്ചർ, അങ്ങനെ കുറേ സാധനങ്ങൾ. പക്ഷെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, എനിക്ക് 2-3 കാര്യം പറയാനുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം, ഞാൻ ഇന്നലെ ഹൊസൂരിൽ നിന്നാണ് ഹംപിയിലോട്ട് ട്രിപ്പ്. 7 hours ജേർണി ആയിരുന്നു. ഞങ്ങൾ മോർണിംഗ് അവിടെ നിന്ന് എടുത്ത് ഇവിടെ ഒരു 12 o'clock ആയപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾ 12 o'clock ആയപ്പോൾ ഹോസ്പെറ്റ് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിൽ നിന്നാണ് ഹംപിയിലോട്ട് പോകേണ്ടത്. അവിടെ നിന്ന് ഒരു 10 kilometers ഉള്ളൂ. അവിടെ ഒരു ടെമ്പിളിൽ വന്ന് ഈ ഗോട്ടില്ലേ, നമ്മുടെ ആട്, ഈ ആടിനെ വെട്ടി അവർ എന്ന് വെച്ചാൽ അവർ ബിരിയാണിയും വെച്ച് തിന്നു. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എന്തോ ഒരു വിഷമം പോലെ ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം തന്നെ ഇവിടെ ആട് വെട്ടരുത്, അത് നിയമവിരുദ്ധമാണ്. പക്ഷെ ഇന്നലെ ആണെങ്കിൽ ഈ ആടിനെ വെട്ടാൻ പോകുമ്പോൾ ഈ ആടിങ്ങനെ ഓടുക. അപ്പോൾ ഈ ഓടുമ്പം ഇവർ പിടിച്ച് അതിനെ കൊന്ന്, സ്ത്രീകൾ തന്നെയാണ് അവരെ കൊല്ലുന്നതും സ്ത്രീകൾ, വെട്ടുന്നതും സ്ത്രീകൾ, വെക്കുന്നതും സ്ത്രീകൾ. പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നി, നമ്മൾ തന്നെ ഹ്യൂമൻ ബീങ്സിന് ഇത്രയും ക്രൂവലായിട്ട് മർദ്ദിക്കാനും ഇതിനും പോകുന്നു. അത് എനിക്ക് തോന്നുന്നു നമ്മൾ അവർക്കൊരു ജീവനുണ്ട്. സോ നമ്മൾ അവരെ കൊല്ലുന്നത് ഇറ്റ്സ് ക്രൂവൽ. അപ്പം ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പം, അയാൾ പറഞ്ഞു, ഈ ആടിനെ അവർ വാങ്ങി, അവർ വളർത്തി, ഒരു വർഷത്തിലോ മാസത്തിലോ ഈ ദിവസത്തിന് വേണ്ടി ഓരോ ഫാമിലീസും കാത്തിരിക്കും. അപ്പോൾ ഈ ഓരോ ഫാമിലീസും കാത്തിരിക്കുമ്പോൾ ആ ദിവസം വരുമ്പോൾ ഇവർ ആടിനെയും കൊണ്ട് ഒരു വലിയ ലോറി കയറി, ആ ഫാമിലിയിലുള്ള ഫുൾ മെമ്പേഴ്സും ആ ലോറി കയറി വരും. എന്നിട്ട് അവർ വന്ന് ആടിനെ വെട്ടി തിന്ന് കൊല്ലുന്നു. അപ്പം ഇത് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംസ്കാരമില്ല. എന്നാൽ പോലും നമ്മൾ കർണാടകയിലായിരുന്നു. ഇവിടുത്തെ പീപ്പിൾ തെലുങ്കും സംസാരിക്കും, കന്നഡ സംസാരിക്കും, തമിഴ് സംസാരിക്കും. കുറച്ച് പേര് എന്നുവെച്ചാൽ ടൂറിസ്റ്റുകളാണ് മാത്രമേ ഞാൻ മലയാളം സംസാരിക്കുന്നത് കണ്ടത്. പക്ഷേ ദിസ് ഈസ് എ ക്രൂവലിറ്റി.